കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിക്കുമെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഈ കുഞ്ഞിനെ അച്ഛൻ എന്നാണ് അവസാനമായിട്ട് കണ്ടത്? ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ചാണ് കുഞ്ഞിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല. കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് അവരാരും സമ്മതിച്ചില്ല. വേറൊന്നുമല്ല, നമ്മൾ വിചാരിച്ചു ഇവള് ആശുപത്രി ഡെലിവറി സമയത്ത് നമ്മൾ അറിയിക്കുമെന്നാണ് കരുതിയത്. അത് അറിയിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നൂലുകെട്ട് സമയമാകുമ്പോഴത്തേക്കും അറിയിക്കുമെന്ന് കരുതി. അത് കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് നിയമവശമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതില്ല നമുക്ക്. കാരണം കൊച്ചു കുട്ടിയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് നിയമവശം തേടാൻ പോകാത്തത്. അതിനുശേഷം ഇതിനിടയ്ക്ക് ഈ അസ്കർ എന്ന ആൾ ഇതിനിടയ്ക്ക് വന്നത് നമുക്ക് നിയമസാധ്യത ഉണ്ട് എന്നുള്ളൊരു ഇതുകൊണ്ട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു 3 മാസം മുമ്പ് കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിക്കാം എന്ന് ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് കടന്നു വരുന്നത്. അതായത് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയായിരുന്നു. അതായത് ഈ അഖില പ്രോഗ്രാമിന് പോകുന്ന ഡാൻസ് ട്രൂപ്പിൻ്റെ ടീച്ചറാണ് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത്. അത് കഴിഞ്ഞിട്ട് ഡാൻസ് ട്രൂപ്പ് ടീച്ചറിനെ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഫോൺ എടുക്കുകയോ ഈ നിമിഷം വരെയും ഇതേവരെയും അവർ ഈ കുഞ്ഞിൻ്റെ കാര്യം ഇത്രയും മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടും അവർ ഇതുവരെ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ വരികയോ ഇതിൻ്റെ കാര്യങ്ങൾക്ക് പങ്കെടുക്കുകയോ എന്നെ ഒന്ന് ഫോൺ കോൾ പോലും ചെയ്ത് ചോദിക്കാനുള്ള മനസ്സ് ടീച്ചർ ഇതുവരെ കാണിച്ചിട്ടില്ല. അല്ല, ഇതിൽ ഈ കുഞ്ഞിന് ഇങ്ങനെ ക്രൂരമായി മർദ്ദനം ഏൽക്കുന്നുണ്ട് എന്ന കാര്യം നേരത്തെ നിങ്ങൾ അറിഞ്ഞില്ല. കൃത്യമായിട്ട് ഞാൻ ഓടി എത്തുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സൂചന എനിക്ക് ചെറു സൂചന പോലും കിട്ടിയില്ലായിരുന്നു. എനിക്ക് ഈ 29-ാം തീയതി നിങ്ങൾ എന്താണ് അറിഞ്ഞത്? എന്നെ 29-ാം തീയതി അറിയിച്ചെന്ന് പറഞ്ഞാൽ 29-ാം തീയതി ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയതാണല്ലോ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനമായി പറഞ്ഞത് ഞാൻ ഈ കുഞ്ഞ് മരിക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പ് വിളിച്ചപ്പോഴത്തേക്കും ഈ അഖില പറയുന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്, വന്നിട്ട് ഉടനെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാണത് പറഞ്ഞത് ഒരു ഈ കഴിഞ്ഞ മാസം 26-ാം തീയതിയോടടുപ്പിച്ചാണ് എന്നോട് പറഞ്ഞത്. 26-ാം തീയതി. അപ്പോൾ 30-ാം തീയതി തിരികെ വരും. തിരികെ വന്നിട്ട് കുഞ്ഞിനെ തരാമെന്നാണ് പറഞ്ഞത്. തിരികെ വന്നു, കുഞ്ഞിനെ തന്നു. ഈ ജീവച്ഛവമായിട്ടാണ് അവൾ കുഞ്ഞിനെ തിരികെ തന്നത്. ഇത് ഈ അഖിൽ